ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജിയോ ഫുഡ്ഡോസ്യുടെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനങ്ങൾ 119-38 വാക്യമാണ്. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ. വളരെ മനോഹരമായ ഒരു വേദവാക്യം. ദൈവത്തെ ഭയപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അടിയന് നിവൃത്തിയാക്കി തരണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ ദൈവത്തിൻ്റെ വചനം, അതായത് ദൈവഭയം എന്നുള്ളത് ഒരു ഭീതിയാൽ ഉളവാകുന്ന ഒന്നല്ല. വലിയവനായ ഒരു ദൈവത്തെ അവന് വേണ്ടതായിട്ടുള്ള ബഹുമാനവും മഹത്വവും സ്നേഹവും കൊടുത്തുകൊണ്ടുള്ള ഒരാദരവ്, ഒരാരാധന, അതാണ് ദൈവഭയം എന്ന് പറയുന്നത്. മനുഷ്യൻ തെറ്റുകളിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ പ്രധാന കാരണം ദൈവം കാണുന്നില്ല എന്ന തോന്നലാണ്, ദൈവം അറിയുന്നില്ല എന്ന ചിന്താഗതിയാണ്. തെറ്റുകൾ ചെയ്യുമ്പോൾ മനസാക്ഷിയിൽ കുറ്റബോധം തോന്നാത്ത ഒരവസ്ഥ, അതൊരു ദൈവഭയമില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള വചനം അടിയനെ നിവൃത്തിയാക്കി തരണമേ. അത് ദൈവം തന്നെ നമുക്ക് നിവർത്തിച്ചു തരണം. ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവവചനത്തെ നൽകണം. 119 സങ്കീർത്തനം 38 വാക്യത്തിൽ പറയുന്നത് പോലെ ദൈവവചനം നമ്മൾ നിവൃത്തിയായാൽ നാം ദൈവത്തെ സ്നേഹത്തോടെ ഭയപ്പെടും. 1-2 ഉദാഹരണങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് നമ്മുടെ ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള വചനം എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 1 തിമോഥെയോസ് 1-5 വാക്യത്തിൽ പറയുകയാണ്, ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, വ്യാജമില്ലാത്ത വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം. നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാന ഗുണകരമായ കാര്യമാണ് ശുദ്ധമായ ഒരു ഹൃദയം. നാം ആരും തികഞ്ഞവരോ പൂർണ്ണരോ പാപം ചെയ്യാത്തവരോ പാപത്തിൽ വീഴാത്തവരോ ഒന്നുമല്ല. എന്നാൽ ദൈനംദിന ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം മൂലം കഴുകൽ പ്രാപിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ഹൃദയം നമുക്കുണ്ടാകണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കാരണം നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിലെ മനോഭാവങ്ങളിലൊക്കെ പാപത്തിൻ്റെ ആ മനോഭാവങ്ങൾ വന്നു കയറാനുള്ള സാധ്യതയുണ്ട്. ലോകത്തിൻ്റെ സ്വാർത്ഥതയിൽ നിന്നും ദുരാഗ്രഹത്തിൽ നിന്നൊക്കെ ഒരു മോചനം നമുക്ക് ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു ശുദ്ധ ഹൃദയം എപ്പോഴും ഒരു ചെറിയ അറിയാതൊരു നുണ പറഞ്ഞു പോയി, അറിയാതൊരു ചെറിയ തെറ്റ് ചെയ്തു പോയി, അത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കാതെ ഏറ്റുപറയാതിരിക്കുമ്പോൾ അത് ഹൃദയത്തിൻ്റെ ഒരു കാഠിന്യമായിട്ട് മാറും. എന്നാൽ അതൊരു ശുദ്ധ ഹൃദയമായിട്ട് മാറണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് എപ്പോഴും നാം ഒരു വിശുദ്ധീകരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ശുദ്ധമായ ഹൃദയം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. മറ്റുള്ളവരെ ചതിക്കാതെ വഞ്ചിക്കാതെയുള്ള ഒരു ഹൃദയം. മറ്റൊന്ന്, നല്ല മനസാക്ഷി. ദൈവത്തിന് മനുഷ്യർക്ക് മുൻപിൽ കുറ്റബോധമില്ലാതെ നിൽക്കാനുള്ള ഒരു പ്രാഗൽഭ്യം നമുക്കുണ്ടായിരിക്കണം. ഓരോ ദൈവവേദലിനും, ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, ഒരു ആന്തരിക ബോധത്തിൽ ഒരു സമാധാനമുള്ള ഒരു ജീവിതം, കുറ്റബോധമില്ലാത്ത ഒരു ജീവിതം, നല്ല ഒരു മനസാക്ഷിയെ കഠിനപ്പെടുത്തിയിട്ടാണ് അനേക ആളുകളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അനേകർക്കെതിരെ കുഴപ്പങ്ങൾ കാണിച്ചും കുറ്റങ്ങൾ പറഞ്ഞും അനേകർക്കെതിരെ വഞ്ചനയും ചരിവും നടത്തിയെല്ലാം മനുഷ്യർ ജീവിക്കുന്നു. അവരുടെ മനസാക്ഷി കഠിനപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റുള്ളവൻ്റെ പണത്തെ വഞ്ചിച്ചെടുക്കുന്നു, മറ്റുള്ളവൻ്റെ സമ്പത്തുകൾ അപഹരിച്ചെടുക്കുന്നു, മറ്റുള്ളവൻ്റെ നന്മകളെ അപഹരിച്ചെടുക്കുന്നു. ഇതിലൊന്നും ഒരു കുറ്റബോധമില്ലാത്ത രീതിയിൽ ജീവിക്കുന്ന അനേക ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ നാം എപ്പോഴും ഒരു നല്ല മനസാക്ഷി സൂക്ഷിക്കുവാൻ തയ്യാറുള്ളവരായിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ഭയപ്പെടുന്ന ഒന്നായിട്ട് മാറും. 3, കപടതയില്ലാത്ത ആത്മാർത്ഥമായ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. വ്യാജമില്ലാത്ത ഒരു വിശ്വാസം. ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, വ്യാജമില്ലാത്ത വിശ്വാസം. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് പരീശന്മാരെക്കുറിച്ചും ശാസ്ത്രന്മാരെക്കുറിച്ചും പറഞ്ഞു, കപടഭക്തിക്കാരായ പരീശന്മാരെ നിങ്ങൾ കയ്യോ കഷ്ടം, കപടഭക്തിക്കാരായ ശാസ്ത്രന്മാരെ നിങ്ങൾ കയ്യോ കഷ്ടം. കാരണം അവരെല്ലാം മനുഷ്യനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സൂത്രങ്ങളും തന്ത്രങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അനേക സഭകളിലും സമൂഹങ്ങളിലും ഒക്കെ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കപടമില്ലാത്ത ഒരു ജീവിതമാണ്. ഒരിക്കൽ ഫിലിപ്പോസ് നഥനയേലിനെ കൂട്ടി യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല. കർത്താവ് നമ്മെക്കുറിച്ച് പറയണം, ഇത് കപടമില്ലാത്ത ഒരു മനുഷ്യനാണ്, കപടമില്ലാത്ത ഒരു സഹോദരിയാണ്, കപടമില്ലാത്ത ഒരു സഹോദരനാണെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയണം. ദൈവ ഹൃദയങ്ങളെ നോക്കുന്നവനാണ്. അപ്പോൾ നഥനയേൽ ചോദിച്ചു, എന്നെ എവിടെ വെച്ചറിയും? നീ ഫിലിപ്പോസ് എന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിയുടെ കീഴിലിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടിരുന്നു. അതെ, നാം രഹസ്യമായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കർത്താവ് കാണുന്നുണ്ട്. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് കാണുന്നുണ്ട്. നാം അന്യായം ചെയ്യുമ്പോൾ ദൈവം അത് കാണുന്നുണ്ട്. ഇവിടെ നഥനയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്നുള്ള പരീശന്മാരും ശാസ്ത്രന്മാരും മനുഷ്യർ കാണുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നഥനയേൽ ആരും കാണാതെ രഹസ്യമായി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവം കണ്ടു. അതുകൊണ്ടാണ് പറയുകയാണ്, ഫിലിപ്പോസിനെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിയുടെ കീഴിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു എന്ന് കർത്താവ് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവത്തോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ നിവൃത്തിയാക്കുവാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒരു ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, വ്യാജമില്ലാത്ത വിശ്വാസം, ഇവയാൽ മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അങ്ങയുടെ വചനം നിറച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണം.